കടലാമകൾക്ക് കരുതലായി ന്യൂസ് ഫോർ ടർട്ടിൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റി. കടലാമ കുഞ്ഞുങ്ങളെ കടലിൽ ഒഴുക്കിയും മത്സ്യത്തൊഴിലാളികൾക്ക് ബോധവൽക്കരണം നൽകുകയുമാണ് കടലാമ സംരക്ഷണ സമിതി. നാട്ടിക, തളിക്കുളം, വാടനപ്പള്ളി, ഏങ്ങണ്ടിയൂർ എന്നീ പഞ്ചായത്തുകളിൽ വംശനാശ ഭീഷണിയിൽപ്പെട്ട കടലാമകളെ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചുവരുന്ന ന്യൂസ് ഫോർ ടർട്ടിൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് 9ഓളം കടലാമകളുടെ മുട്ടകളാണ് ഈ വർഷം ലഭിച്ചത്. ഇത്തരത്തിൽ 1228 മുട്ടകൾ ലഭിച്ചിരുന്നതിൽ ആദ്യ ബാച്ചിൽ വിരിഞ്ഞ കടലാമ കുഞ്ഞുങ്ങളെ തളിക്കുളം തീരത്ത് വാടനപ്പള്ളി SI ശ്രീനിവാസൻ കടലിലേക്ക് ഒഴുക്കിവിട്ടു. കടലാമ കുഞ്ഞുങ്ങൾ തിരമാലകൾക്ക് ഇടയിലൂടെ ലക്ഷ്യത്തിലെത്താൻ തുഴഞ്ഞു പോകുന്ന നയന മനോഹരമായ കാഴ്ച കാണുവാൻ കൂടെയെത്തിയ സഹ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളായി. സംരക്ഷണ സമിതി പ്രസിഡന്റ് അനിൽകുമാർ AS, നന്ദകുമാർ KS, സമിതി സ്റ്റേറ്റ് കോർഡിനേറ്റർ രവി പനക്കൽ, മനോജ് TS, വിഷ്ണു PM, RV ഫൈസൽ, സതീഷ് PV, മോഹനൻ CP, ശ്രീരാമൻ, വിനുകുമാർ എന്നീ സമിതി ഭാരവാഹികളും കടലാമ കുഞ്ഞുങ്ങളെ ഒഴുക്കി വിടുന്നതിൽ പങ്കെടുത്തു. ഇന്നൊക്കെ 49 ദിവസമായി കാവലിരിക്കുന്നത്. ഇന്നിപ്പോൾ ലേശം നേരം വൈകിയ കാരണം നായക്കൾ മാന്തി കടന്ന് കുറേ കുഞ്ഞുങ്ങൾ കുറച്ച് ഇറങ്ങിപ്പോയി. പിന്നെ കുറച്ച് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. ഞാൻ നേരം വൈകിയ കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ സംഭവിച്ചത്. നായക്കൾ ഭയങ്കര ശല്യമാണ് ഇവിടെ. കൂടില്ലാത്ത കാരണം പഴയ വലയാണ് ഇട്ടുണ്ടായിരുന്നത്. അത് കാരണം കുറേ നഷ്ടപ്പെട്ടു പോയി, നമുക്ക് ചത്തുപോയി നായക്കൾ കടിച്ചിട്ട്. കൂട് കിട്ടിയെങ്കിലും ഇനി സംരക്ഷണം ക്ലിയറായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലും ഇങ്ങനെ സംരക്ഷണം വളർത്തി കൂട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏതാനും ദിവസങ്ങളിലുള്ളിൽ വിരിയാനായിട്ടുണ്ട്. അത് നമുക്കിതുപോലെ തന്നെ വിരിയിച്ച് വിടണം. അപ്പോൾ നമ്മൾ ഈ ഒരു സംരക്ഷണം ഒരു കൂട് കിട്ടിയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലിയറാക്കാൻ പറ്റുള്ളൂ. നായക്കളെ ശല്യം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളിലും കുറേ പുറത്തുനിന്ന് വരുന്നൊരു മാതി പോകുന്നുണ്ട്. മുട്ട നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇപ്പോൾ ഫോറസ്റ്റുകാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൂട് കിട്ടിയെങ്കിലും ഈ കാര്യം നടത്താൻ പറ്റുള്ളൂ.